ഇത്തവണ മഞ്ചേശ്വരം പിടിക്കാനുറച്ച് ബി.ജെ.പി. നേതൃത്വം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് കേന്ദ്ര നേതൃത്വം. വട്ടിയൂർക്കാവിലോ തൃശൂരിലോ മത്സരിക്കാൻ തയ്യാറെടുത്ത സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് കളം മാറുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറ്റവുമധികം വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് കാസർകോട്ടെ മഞ്ചേശ്വരം മണ്ഡലം. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകാൻ പല നേതാക്കൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. സംസ്ഥാനത്തെ പല നേതാക്കളും ഈ സീറ്റിനായി ദേശീയ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. വിജയസാധ്യതയുള്ള സീറ്റിനു വേണ്ടിയുള്ള ആവശ്യം കൂടുതൽ പേർ ഉയർത്തിയതോടെയാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ തന്നെ ഇത്തവണയും മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത്. കഴിഞ്ഞ തവണ നേരിയ വോട്ടിനാണ് പരാജയപ്പെട്ടതെങ്കിലും ഇത്തവണ മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ കെ സുരേന്ദ്രന് താൽപര്യമുണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലോ തൃശൂരിലോ മത്സരിക്കാനാണ് സുരേന്ദ്രന് താൽപര്യമുണ്ടായിരുന്നത്. ഇത് ദേശീയ നേതൃത്വത്തെ സുരേന്ദ്രൻ അറിയിച്ചിരുന്നതുമാണ്. എന്നാൽ മഞ്ചേശ്വരം സീറ്റ് സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ തർക്കമുയർന്നതിനാലാണ് സുരേന്ദ്രൻ തന്നെ മഞ്ചേശ്വരത്ത് മത്സരിക്കണമെന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. സുരേന്ദ്രന് നിലവിൽ മഞ്ചേശ്വരത്ത് ജയസാധ്യത ഏറെയാണെന്നാണ് നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. 2016 100-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. 2021 ശക്തമായ പോരാട്ടമാണ് കെ സുരേന്ദ്രൻ നടത്തിയത്. 1000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDFിലെ AKM അഷ്റഫ് ഇവിടെ നിന്നും വിജയിച്ചത്. തുടർച്ചയായി മഞ്ചേശ്വരത്ത് മത്സരിക്കുകയും ബി.ജെ.പിയുടെ കാസർകോട്ടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സുരേന്ദ്രന് മഞ്ചേശ്വരത്തിന്റെ മുക്കും മൂലകളും കാണാപ്പാടമാണ് താനും. 2011 മുതൽ സ്ഥാനാർത്ഥിയായി സുരേന്ദ്രൻ ഇവിടെ നിറഞ്ഞു നിൽക്കുകയുമാണ്. 2019 ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ് കെ സുരേന്ദ്രൻ മാറി നിന്നത്. രവീശ തന്ത്രി കുണ്ടാറായിരുന്നു അന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കേരളത്തിൽ, മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നേതാക്കൾ പലരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതോടെ തലപ്പൊക്കമുള്ള നേതാക്കളുടെ അഭാവം വടക്കൻ കേരളത്തിൽ ദൃശ്യമാവുകയും ചെയ്തു. കാസർഗോഡുമായി ചേർന്ന് നിൽക്കുന്ന കർണാടക നേതൃത്വം ഇത് ദേശീയ ഘടകത്തെ അറിയിക്കുകയും ചെയ്തു. പഴയതുപോലെയല്ല കാസർഗോഡ് ജില്ലയിൽ CPM-ഉം UDFും പടിപടിയായി കരുത്തു വർദ്ധിപ്പിച്ചു വരികയുമാണെന്നും കർണാടക നേതൃത്വം ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല ബി.ജെ.പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഇവിടെ UDFും LDFും ബി.ജെ.പിക്കെതിരെ വോട്ട് മറിക്കാൻ നീക്കമുണ്ടെന്നും മുസ്ലിം ലീഗ് അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നുമാണ് കർണാടക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അത്തരം സാഹചര്യത്തെ മറികടക്കാൻ കെ സുരേന്ദ്രനെ പോലെയുള്ള കരുത്തനായ സാന്നിധ്യം അനിവാര്യമാണെന്നാണ് കർണാടക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം 2011-ലും 2016-ലും ഉള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിലനിൽക്കുന്നതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. UDF വൻതോതിൽ ശക്തി തെളിയിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പതിവിൽ നിന്ന് വിഭിന്നമായി ഇടതുചേരിയും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മാറിയ സാഹചര്യത്തിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയാണ് കളം മാറാൻ സുരേന്ദ്രൻ തീരുമാനിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ സുരേന്ദ്രനെ രംഗത്തിറക്കി മാത്രമേ വെല്ലുവിളികളെ അതിജീവിക്കാനാകൂവെന്നാണ് ബി.ജെ.പി. നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി മഞ്ചേശ്വരത്ത് കൈകോർക്കാൻ കെ സുരേന്ദ്രനോട് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നതിനോടൊപ്പം മറ്റൊരിടത്തുകൂടി മത്സരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവും കെ സുരേന്ദ്രന്റെ അനുയായികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ലെങ്കിലും പല ബി.ജെ.പി. നേതാക്കളും ഇതിനോടകം പല മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. എന്തു തന്നെയായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കേവല മത്സരമല്ല, പരമാവധി സീറ്റ് പിടിക്കുക എന്നത് തന്നെയാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. കെ സുരേന്ദ്രനെ തന്നെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്.